ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സംസ്ഥാനത്ത് അൽ മുക്താദിർ ജ്വല്ലറി ശാഖകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നത് നമ്മൾ കണ്ടു. 0% പണിക്കൂലി വാഗ്ദാനം ചെയ്ത് വലിയ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്നു എന്ന ആക്ഷേപം ഉയരുന്നതിന് പിന്നാലെയാണ് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ ജ്വല്ലറി ഷോറൂമുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. ഉപഭോക്താക്കളിൽ നിന്നും മുൻകൂർ പണം സ്വീകരിച്ചിട്ടുള്ള സ്വർണ്ണ ഇടപാടുകളെ കുറിച്ചാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും കേരളത്തിലെ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ TDS വിഭാഗമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. വൻ നികുതി വെട്ടിക്കൽ, കള്ളപ്പണ നിക്ഷേപം എന്നിവയാണ് അന്ന് റെയ്ഡിൽ പ്രധാനമായും പരിശോധിച്ചത്. ജ്വല്ലറി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ജ്വല്ലറി ഉടമ രംഗത്ത് വരികയും റിപ്പോർട്ടുകൾ മറ്റു ജ്വല്ലറികളുടെ വ്യാജ പ്രചാരണമാണെന്നും ആരോപിച്ചിരുന്നു. 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വലിയ തോതിൽ പണം തട്ടിയെടുത്തു എന്ന് വ്യാപകമായ പരാതിയും അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെ ഉയർന്നു വന്നിരുന്നു. 1-2 ജ്വല്ലറികളിലായിരുന്നില്ല റെയ്ഡ് നടത്തിയത്. വിവാദ ജുവലറി ഗ്രൂപ്പായ അൽ മുക്താദിറിന്റെ സംസ്ഥാനത്തെ 30-ലധികം ജുവലറികളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് തുടരുകയാണ്. 380 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ജുവലറി നടത്തിയെന്ന പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത്. ഇത് മാത്രവുമല്ല, ഹവാല പണ ഇടപാട് ജുവലറി നടത്തിയെന്നും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നും 50 കോടിയിലധികം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നുമുള്ള വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2 ദിവസമായി നടക്കുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഹവാല സ്വർണം എന്ന കള്ള വാഗ്ദാനം നൽകി ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം പ്രീണിപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് അടുത്തിടെ പൊട്ടിമുളച്ച ഒരു ജുവലറി ഗ്രൂപ്പായിരുന്നു അൽ മുക്താദിർ. ഈ ജുവലറി ഗ്രൂപ്പ് പരസ്യം ചെയ്തിരുന്നത് 0% പണിക്കൂലി എന്നാണ്. അത് മാത്രവുമല്ല, ഹലാൽ സ്വർണമാണ് ഇവർ നൽകുന്നതെന്ന വലിയ പരസ്യം ഇവർ നൽകി. ഒരു മലദ്വാർ ഗോൾഡ് ആകുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് പിന്നീട് ആലോചിക്കാനൊന്നുമില്ല, അത് ഹലാൽ സ്വർണം തന്നെയായിരിക്കും. എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രം ചില ജന്മങ്ങൾ ചെന്ന് നിന്നു കൊടുത്താൽ എന്ത് ചെയ്യും? ദയവായിട്ട് എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്താൽ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. പലപ്പോഴും പലരുടെയും മനസാക്ഷി കാരണം അവർ പറ്റിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും ഒരുപാട് തവണ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അതായത് അവര് വന്ന പ്രശ്നങ്ങള്, കണ്ണീര്, വിഷമം, സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നമായിട്ട് അതിനെ ഏറ്റെടുക്കും. ഒടുവിൽ പണി കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഇവരുടെ സ്ഥിരം തൊഴിലാണ്. നമ്മളാണെങ്കിലോ പെട്ടുപോകുകയും ചെയ്തു. ഇപ്പോ എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്ത നിരവധി ആളുകൾ ഇപ്പോൾ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. തങ്ങൾ പെട്ടുപോയി എന്ന് പറഞ്ഞു. ഹലാൽ സ്വർണം എന്ന് പറഞ്ഞു, അൽ എന്നുമുണ്ട് ജുവലറി ഗ്രൂപ്പിന്റെ മുമ്പിൽ, അൽ മുക്താദിർ. പിന്നെ മലദ്വാരത്തിൽ നിന്നും ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നത് കൊണ്ട് ഉമ്മറം ഗോൾഡ് വേറെയുമുണ്ട്. എന്താണെങ്കിലും ഹലാലാണ് എന്നത് രണ്ടാമതൊന്ന് കാക്കാമാർക്ക് ആലോചിക്കേണ്ടി വന്നില്ല. താത്താമാർക്കും ചെന്നു വീണു. അതുകൊണ്ട് തന്നെ ഈ പറ്റിപ്പുകാർ സത്യം പറയുന്ന മറുനാടനെ പോലുള്ളവരാണ്. നമസ്കാരം, പറ്റിക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടേത്. പ്രത്യേകിച്ച് അതിലൽപ്പം ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കലർത്തിയാൽ ഈ പറ്റിപ്പുകാരെ നമ്മളങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ പറ്റിപ്പുകാർ സത്യം പറയുന്ന മറുനാടനെ പോലുള്ളവരാണ്. കുഴപ്പക്കാർ, വർഗീയവാദികൾ, തട്ടിപ്പുകാർ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവർ അല്ലെങ്കിലും സത്യത്തിനെതിരെ വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗം ഇവരാണ്. ഇവരെ സംബന്ധിച്ചിട്ട് ആരെന്ത് കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാലും ശരി, അവർക്ക് ചാപ്പയടി മാത്രമായിരിക്കും ബാക്കി. എന്ന് കരുതി നമ്മൾ പറയാതിരിക്കും അത് പേടിച്ചിട്ട്. അവരുടെ ആയുധങ്ങൾ കൃത്യമായി മിനുക്കിയെടുത്ത് നാട്ടുകാരെ പറ്റിക്കും. നാട്ടുകാരുടെ ഇത് കബളിപ്പിക്കലാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അവർ മറുനാടിനെ കല്ലെറിയും. അത്തരം ഒരുപാട് പറ്റിപ്പുകാർ നമ്മുടെ നാട്ടിലുണ്ട്. പോലുള്ളവർ ഇപ്പോഴും പറ്റിപ്പ് തുടരുന്നു. എന്നാൽ നമുക്കറിയാം, ഒരു കാലത്ത്, അതായത് ഏതാണ്ട് 1 മാസത്തിനു മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ പരസ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലർക്ക് ആർത്തി കൂടുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് വാങ്ങിയെടുക്കാൻ ശ്രമിച്ച പണി വാങ്ങും. അങ്ങനെ ഒരു കൂട്ടരാണ് ഖുർആനിലെ പരിശുദ്ധ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണ കച്ചവടത്തിന്റെ മറവിൽ പറ്റിക്കാൻ ഇറങ്ങിയ അൽ മുക്താദിർ ജുവലറി. അവർ ഇറങ്ങിയപ്പോൾ തന്നെ ദുരൂഹമാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാ മേഖലകളിലും ഈ ഹലാൽ മയം ഇറക്കിയതുപോലെ സ്വർണത്തിന്റെ കാര്യത്തിലും വർഗീയതയും മതവും വിഭാഗീയതയും
ഒരു പ്യൂരിറ്റിയും ഒക്കെ കൊണ്ടുവന്നതിന് പിന്നിൽ നമുക്ക് കാക്കാമാരുടെ തലച്ചോറിനെ പ്രശംസിക്കാതെ വയ്യ. പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ്. ഇവർ അടിസ്ഥാനപരമായി സ്വർണ്ണ കച്ചവടമല്ല, നിക്ഷേപ തട്ടിപ്പാണ് എന്ന് സംശയം തോന്നുന്നതായി മറുനാടൻ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന അനുഭവമാണ് പിന്നീട് കണ്ടത്. അൽ മുക്താദിർ തുടങ്ങിയതല്ല. തന്നെയുമല്ല, ഇനിയിപ്പോ അൽ എന്ന പേര് കേട്ടപ്പോഴോ അതല്ലെങ്കിൽ ഹലാൽ എന്ന പേര് കേട്ടപ്പോഴോ കുരുക്കൾ പൊട്ടിയതല്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ 10-25 വർഷത്തിനിടയിലുള്ള ക്രിമിനൽ കുറ്റങ്ങളുടെ ലിസ്റ്റുകൾ ഒന്ന് എടുത്താൽ മതി. അതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എടുത്തു തുടങ്ങിയത് കൊണ്ടാണ് ട്രംപ് ശക്തമായ നിയമ നടപടികളുമായിട്ട് രംഗത്ത് വന്നത്. ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഞാനേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് കാക്കാമാർ ചവിട്ടി പുറത്താക്കാൻ തീരുമാനിച്ചത്. അതുപോലെ അറബ് രാജ്യങ്ങളും. ഇവിടെ ഇനിയിപ്പോ ഇവര് വേണ്ട എന്ന് തീരുമാനിച്ചു. എന്തിനേറെ പറയുന്നു, പാകിസ്ഥാനിൽ പോലും ക്രിമിനൽ കുറ്റങ്ങൾ പെരുകിയത് അഫ്ഗാനികളിൽ നിന്നും അഭയാർത്ഥികൾ കുമിഞ്ഞു കൂടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തിരിച്ചയച്ചു. അപ്പോൾ എവിടെയായിരുന്നാലും ഈ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്താൽ മതി, ഏതു മതവിഭാഗമാണ് എന്നറിയാം. ചെറിയ ഷോറൂമുകളാണ്. സ്വർണത്തിന്റെ പേരിൽ പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗിച്ചുകൊണ്ട് അവർ പാവപ്പെട്ട മുസ്ലിമുകളെ പിടിച്ചു പറിച്ചു. തന്നെയുമല്ല, അൽ എന്ന പേരിട്ടത് കൊണ്ടും പടച്ചോന്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ പ്രത്യേകിച്ചുള്ളത് കൊണ്ടും നോക്കുമ്പോൾ അടിക്കടി വളർന്നു വരുന്നു. ഒരു ദിവസം 3 ഷോറൂം ഒക്കെയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഇത്ര പെട്ടെന്ന് തകരുമെന്ന് ചിന്തിച്ചില്ല. സകല മനുഷ്യരുടെയും കയ്യിലിരിക്കുന്ന പണം അവർ മുൻകൂറായി വാങ്ങി. 2 തരത്തിലായിരുന്നു അവരുടെ തട്ടിപ്പ്. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് പണം നൽകിയാൽ നിങ്ങൾ നൽകുന്ന പണത്തെക്കാൾ കൂടുതൽ മൂല്യമുള്ള സ്വർണം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ തരാം. സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കും, ഇപ്പോഴത്തെ വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വർണം തരാം എന്ന് പറഞ്ഞ് കബളിപ്പിക്കൽ. മറ്റൊന്ന് പലിശ. തന്നെയുമല്ല, ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ആളുകളോട് മുസ്ലിം പുരോഹിതർ എന്താ പറയുന്നത് അറിയാമോ? ഇനിയിപ്പോ കേസിന് പോയിട്ട് സ്വന്തം സമുദായത്തെ തന്നെ നാറ്റിക്കണോ? നിങ്ങളുടെ പൈസ കുറേശ്ശെ തിരിച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്യാം, മിണ്ടാതെ ഇവിടെ പോയിരുന്നോളാൻ. ശരി, സാധ്യമല്ലാത്തതുകൊണ്ട് ഹലാൽ സാമ്പത്തിക ഇടപാടുകൾ എന്ന തരത്തിൽ ജനത്തെ പറ്റിക്കുന്ന തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പ് അവർ ഉന്നമിട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രമാണ്. അതുകൊണ്ടാണ് വലിയ തൊപ്പിയൊക്കെ വെച്ച് വലിയ നീളൻ കുപ്പായം ധരിച്ച് ഖുറാനിലെ പരിശുദ്ധ നാമങ്ങൾ ഉപയോഗിച്ച് അവർ എല്ലാത്തിലും നമുക്ക് വേണ്ടത് ഹലാൽ ഹാൾമാർക്കാണ്. അതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? പിന്നെ അൽ എന്ന പേരിൽ ഒരു ജ്വല്ലറി, യഥാർത്ഥ മുസ്ലിമിന്റെ വസ്ത്രധാരണം, വേഷം, ആദ്യം തന്നെ പറയും ഞങ്ങൾക്ക് ഹറാമായ കച്ചവടം വേണ്ട, അമുസ്ലിങ്ങളുടെ കച്ചവടം ഞങ്ങൾക്ക് വേണ്ട, അവർക്ക് വേണ്ടുന്ന ഒരു ഫാഷനും ഞങ്ങളുടെ ജുവലറിയിൽ ഇല്ല. അങ്ങനെ മുസ്ലിങ്ങളുടെ കൂടുതൽ പിന്തുണ പിടിച്ചു പറ്റി ആദ്യം തന്നെ എന്നവരിൽ നിക്ഷേപ തട്ടിപ്പ് തുടങ്ങിയത്. അനേകായിരങ്ങളാണ് ആ കെണിയിൽ വീണുപോയത്. അവരുടെ തട്ടിപ്പിനെ കുറിച്ച് മറുനാടൻ വാർത്ത കൊടുത്തപ്പോൾ നിക്ഷേപിച്ചവരൊക്കെ ഒരു മുസ്ലിം വ്യവസായ സ്ഥാപനം തകർന്നു പോകാനുള്ള വ്യവസായ സ്ഥാപനം എന്ന് മാത്രമല്ല, ഒരു നല്ല ദീനീ ചിട്ടയുള്ള ഒരാൾക്കാണല്ലോ നമ്മുടെ പണം എത്തുന്നത്, അവരുടെ കുടുംബത്തിനാണല്ലോ എത്തുന്നത്. അത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി എന്താണെങ്കിലും പ്രവർത്തിക്കില്ല. മതവിഭാഗമാണല്ലോ വളർന്നു വരുന്നത്, അതുകൊണ്ടുകൂടിയാണ് ാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന വ്യാജ കഥ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള എത്രയോ ആളുകളുടെ തട്ടിപ്പുകളെ കുറിച്ച് ഞങ്ങൾ മുഖം നോക്കാതെ പറയുന്നു. അവരാരും മുസ്ലിമുകളായതുകൊണ്ടല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയി. എന്തായാലും ഇൻകം ടാക്സിന്റെ റെയ്ഡ് കൂടി നടന്നതോടെ തന്നെയുമല്ല, ഈ അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ ഹലാൽ സ്വർണവും മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെയായി നല്ല രൂപത്തിൽ അഭേദ്യമായിട്ടുള്ള, വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിക്കാത്ത രൂപത്തിലുള്ള ബന്ധമുണ്ട് എന്നുകൂടി തെളിയിച്ച സംസ്ഥാനമാണ് കേരളം. പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് അൽ മുക്താദിർ മാറിയിരിക്കുന്നു. അൽ മുക്താദിന്റെ ഉടമ മറുനാടിനെതിരെ ഒരു വലിയ വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കൊണ്ട് അങ്ങനെ വീഡിയോ പറയുന്നതല്ലാതെ അൽ മുക്താദിർ യഥാർത്ഥത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. സ്വർണം പിന്നീട് കിട്ടും എന്ന് കരുതി പണം നിക്ഷേപിച്ചവരുടെ കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം കിട്ടുന്നില്ല. സ്വർണം ചോദിക്കുമ്പോൾ കൈയൊഴിയുന്നു. ഒരു ഷോറൂമിൽ ചെല്ലുമ്പോൾ മറ്റൊരു ഷോറൂമിൽ ചെല്ലാൻ പറയുന്നു. ഷോറൂമുകൾ പലതും പല ദിവസങ്ങൾ അടച്ചിടുന്നു. കുറച്ചു നേരമെങ്കിലും തുറന്നാൽ ആ സമയത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടാവുന്നു, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പോലീസ് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ സ്വർണ്ണക്കടകളിൽ നിന്നെല്ലാം സ്വർണം അപ്രത്യക്ഷമായിരിക്കുന്നതാണ്. തുറന്ന കടയിൽ ചെന്ന് നോക്കിയാൽ ഒരിടത്തും സ്വർണ്ണമില്ല. എവിടെ പോയി സ്വർണ്ണമില്ല എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകാനില്ല. സ്വർണവും കാണാനില്ല, ആളുകൾക്ക് അവർ മുടക്കിയ പണവും കിട്ടുന്നില്ല. ഒരു പള്ളിയിലെ കത്തി ജാതിയും മതവും നോക്കി, വർഗം നോക്കി, വിഭാഗീയത നോക്കി അന്യമത വിരുദ്ധതകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറങ്ങിയ അത്യാഗ്രഹികൾക്ക് കിട്ടിയ പണിയാണ് എന്ന് ചിന്തിച്ചാൽ മതി. നന്ദി.